നീലാംബരിയുടെ താവളത്തിലെത്തിയ പിച്ചലയ്ക്ക് കുഞ്ഞുമണിയെ കണ്ടെത്താനാകുന്നില്ല. ഇവയെ വീട്ടിലെത്തിക്കുന്ന ഉണ്ണിക്കുട്ടനും കനിയും. കുഞ്ഞുമണിയെ നഷ്ടപ്പെട്ടു എന്ന വാർത്തയുമായി മനസ്സിനടുത്തെത്തുന്ന പിച്ചള. തുടർന്ന് കാണുക. എന്റെ ബായി കുഞ്ഞുമണിക്ക് വേണ്ടി ജീവിക്കേണ്ട ആളാ. കുഞ്ഞുമണിയെ തിരികെ കിട്ടും. ഒന്നും സംഭവിക്കാൻ പോണില്ല കുഞ്ഞുമണിക്ക്. ആരുടെയൊക്കെ കൈമറഞ്ഞിട്ടുണ്ടെങ്കിലും കുഞ്ഞുമണിയെ ഞാൻ കണ്ടെത്തിക്കൊണ്ടുവരും. മക്കൾ, ഭാര്യ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുമ്പോഴല്ലേ ബായ് നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുള്ളൂ. അല്ലാതുള്ള ജീവിതത്തിന് എന്ത് സുഖം കിട്ടാനാ? ബായ് ജീവിക്കുന്നുണ്ടെങ്കിൽ ബായുടെ ജീവിതം കുഞ്ഞുമണിക്ക് വേണ്ടി തന്നെയാ. ഈശ്വരൻ ആ കുഞ്ഞിനെ കണ്ണിൽ കാണിച്ചു തരും. ഇതാണ് കുഴപ്പം. ബായ് ഇങ്ങനെ തളരാൻ വേണ്ടിയല്ല അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ ഞാനിവിടെ വന്ന് അറിയിക്കുന്നത്. എത്ര വലിയ പ്രതിസന്ധികളെ നേരിടാൻ ബായുടെ വാക്കും ഉത്സാഹവും എനിക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ കൊണ്ടാ ഞാനിവിടേക്ക് വരുന്നത്. കുട്ടിമണി പെങ്ങളുടെ കാര്യത്തിൽ ബായി കാണിച്ച മനക്കരുത്തൊക്കെ ഇപ്പൊ എവിടെ പോയി? പിച്ചളെ, എന്റെ കുട്ടുവിനെ വിധിയും മതികളെയും മാത്രമേ വേട്ടയാടിയിട്ടുള്ളൂ. എന്റെ പൊന്നുമോൾക്ക് സംഭവിച്ചിരിക്കുന്നത് അതല്ലല്ലോ. ആ കാശി കുഞ്ഞിമണിയെ എത്തിച്ച താവളത്തിൽ തന്നെയാണ് ഞങ്ങൾ എത്തിയത്. എല്ലായിടത്തും അരിച്ചു പറക്കി കണ്ടില്ല. മുംതാസ് മേഡത്തെ വിളിച്ചപ്പോഴാണ് വിവരങ്ങൾ അറിഞ്ഞത്. സകലരെ അറസ്റ്റ് ചെയ്ത് കുട്ടികളെ മുഴുവൻ പോലീസ് രക്ഷിച്ചു കൊണ്ടുപോയി. പക്ഷെ ആ കൂട്ടത്തില് കുഞ്ഞുമണി ഇല്ലാന്നറിഞ്ഞപ്പം ഞാൻ തകർന്നു പോയി ബായ്. കുഞ്ഞുമണിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം കഴിഞ്ഞിട്ടില്ല. ഇനി ഓടും. കുഞ്ഞുമണിയെ കണ്ടെത്തുകയും ചെയ്യും. മനസ്സ് മടുത്ത് ജീവിതം വെറുത്ത് നിൽക്കുമ്പോഴാ കുഞ്ഞുമണി ജീവനോടെ ഉണ്ടെന്നുള്ള വാർത്ത അറിയുന്നത്. അതോടെ ജീവിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായി. കുഞ്ഞുമണിയെ ഉടനെ കണ്ടെത്തുന്നു പിച്ചള പറഞ്ഞപ്പോ ആ മോഹം വല്ലാതങ്ങ് വളർന്നു. പക്ഷെ ഇപ്പോ പിച്ചളെ, എവിടെയാവും എന്റെ കുഞ്ഞുമണി? എവിടെയാവും? എന്റെ കുഞ്ഞു പോയേ. കിട്ടിന്ന് പറഞ്ഞിട്ട് ഇപ്പോ ജീവിച്ച് മതിയായ എനിക്ക്. അപ്പച്ചമ്മ, എന്റെ കുഞ്ഞുമണി അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ എവിടെ പോയതാ എന്റെ കുഞ്ഞ്? അതിനെക്കുറിച്ച് ആർക്കും ഒരു പിടിയില്ല അപ്പച്ചമ്മേ. ആ ഭിക്ഷക്കാരനെ കൂട്ടി പിച്ചള കൃത്യം ആ സ്ഥലത്ത് എത്തിയതല്ലേ. അവിടെ എത്തിയപ്പോഴാ വിവരം അറിയുന്നത്. അപ്പൊ തന്നെ പിച്ചള മുംതാസ് മാഡത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പോലീസ് രക്ഷിച്ചുകൊണ്ടുപോയ കുട്ടികളിൽ കുഞ്ഞുമണി ഇല്ല. ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞു പോലും ഇല്ല. ഇതിനിടയിൽ എന്താവും സംഭവിച്ചിട്ടുണ്ടാവോ ബാലേട്ട? ഇനി കുഞ്ഞുമണി അവരെ മുന്നേ തന്നെ വേറെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാവോ? അതിനുവേണ്ടിയാണല്ലോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത്. ചങ്ക് കലക്കുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ മോള്. എന്റെ കുഞ്ഞുമണി ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ കാണാനെങ്കിലും കിട്ടുവോ? അപ്പച്ചമ്മ, ബാലേട്ട, ഇത് സിജനെ അറിയിച്ചോ? അവിടുന്ന് വന്നിട്ട് പിച്ചള നേരെ സിജന്റെ അടുത്തേക്കാ പോയത്. തൊട്ടടുത്തെത്തിയിട്ടും നമ്മുടെ കുഞ്ഞുമണി നമുക്ക് കൈവിട്ട് പോയല്ലോ. ഇത് കേട്ട് സിജന്റെ ഹൃദയം പൊട്ടിയിട്ടുണ്ടാവും. ഇനി ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ജീവിക്കണം? അത്രയ്ക്ക് വെറുപ്പും ദേഷ്യവുമാണ് ദൈവത്തിന് നമ്മളോടെങ്കിൽ ഈ ജീവനം എടുത്താ പോരെ. എന്തിനാണ് ഇങ്ങനെ തീ തീറ്റിക്കുന്നത്? എന്താ അപ്പച്ചമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ കുഞ്ഞുമണിയെ കിട്ടാതിരിക്കോ? എപ്പോ കിട്ടുമെന്നാണ്? കൈമാറി പോയ എന്റെ കുഞ്ഞിപ്പ എവിടെയെങ്കിലും എത്തിക്കാണും. നമ്മളിനി എങ്ങോട്ട് പോവും? ഇവയുടെ വാക്കിൽ
എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും മണിക്കുട്ടിയെ വീട്ടിലെത്തിക്കാനുള്ള സഹായമെങ്കിലും ഇവയുടെ വീട്ടിൽ നിന്നുണ്ടാവുമെന്ന് കരുതി. അതും പോയി. അവിടെ എത്തിയപ്പോൾ ഇവ അപ്പാടെ മാറി. പറഞ്ഞതും മറന്നു, നമ്മളെയും മറന്നു. അതിന് ഇവയെ കുറ്റം പറയണ്ട അൻപണ്ണ. ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതി അച്ഛനും അമ്മയും അടുത്തു കിട്ടിയ സകലതും മറന്നുപോകും. ഇവയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ ആയിപ്പോവും. അമ്മയും അച്ഛനും ഇല്ലാതാവുമ്പോഴേ അതിൻ്റെ വേദന അറിയാൻ പറ്റൂ. ഇവ ഇനി കുറ്റം പറയണ്ട അൻപണ്ണ. കുറ്റം പറഞ്ഞതല്ല ഉണ്ണിക്കുട്ട. അവസാനത്തെ ആശയം ഇല്ലാതായപ്പോൾ ആകെ ഒരു ശൂന്യത പോലെ. എങ്ങോട്ട് പോവും നമ്മള്? ആരുടെ അടുത്ത് പോവും? മണിക്കുട്ടിയെ വീട്ടിലെത്തിക്കാൻ ഒരു വഴിയില്ലാതായല്ലോ. അതെ, നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുന്നത് നടക്കുന്ന അപകടമോ. ഐരാവതനും കൂട്ടരും മണം പിടിച്ച് നടക്കുന്നുണ്ടാവും. അത് ശരിയാ. അവരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ നമ്മുടെ കാര്യമല്ല. ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും. അങ്ങനെ പറയല്ല കണിച്ചേച്ചി. നിങ്ങൾ രണ്ടാളും ഇല്ലാതെ ഞാനും മണിക്കുട്ടി എങ്ങനെയാ? ആരും കാണാത്തൊരിടത്ത് ഒളിച്ചിരിക്കാൻ പറ്റിയ രക്ഷപ്പെടും നമ്മള്. എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് പൈസയല്ലേ, ആ പൈസ കൊണ്ട് നമുക്കൊരു വാടക വീട് എടുത്താലോ? വാടക വീട്? നമുക്കാരെങ്കിലും വീട് തരുമോ? തരാത്ത എന്താ? പൈസ കൊടുത്താ വീടൊക്കെ കിട്ടും. ഒരു വീടുണ്ടെങ്കിൽ നമ്മൾ ആരും കാണില്ല, പിടിക്കേയില്ല. നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട് കിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അവര് നമ്മളെ പിടിച്ച് പോലീസിൽ കൊടുക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് എന്തും പറയാവൂ. അൻപണ്ണ, എന്തായാലും ഒരു വീട് നോക്കാം. മനസ്സിജ, തീർന്നു കൃഷ്ണേട്ടാ, എന്റെ ജീവിതം തീർന്നു. എന്റെ കുഞ്ഞുമണിയെ മുംതാസ് മാഡത്തിനോ പിച്ചളയ്ക്കോ കണ്ടെത്താനായില്ല. കൃഷ്ണേട്ടനല്ലേ പറഞ്ഞത് നമ്മുടെ മക്കളാണ് നമ്മുടെ ബലമെന്ന്? എന്റെ മോളെ ഇനി ഒരിക്കലും തിരികെ കെട്ടാൻ ഒരു സാധ്യതയില്ല കൃഷ്ണേട്ട. എന്റെ മനസ്സ് മരവിച്ചു. ഇനി എനിക്ക് എന്താണ് സംഭവിക്കേണ്ടത്? എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ഈ തടവറയ്ക്കുള്ളിൽ തലതല്ലി തീരണോ ഞാൻ? അല്ലെങ്കിൽ എല്ലാം മറക്കാനുള്ള ആ ഒറ്റമൂലിയായ ഭ്രാന്ത് എന്റെ തലയ്ക്ക് പിടിക്കണം. മനസ്സിജ, അരുതാത്ത ചിന്തകളൊന്നും ഉണ്ടാകരുത്. ജയിലിലായാലും പുറത്തായാലും ജീവിതം തീർന്നവന് പിന്നെ അരുതാത്ത ചിന്തകൾ കൊണ്ടല്ലേ ഒരവസാനമുള്ളൂ കൃഷ്ണേട്ടാ. ഒരന്വേഷണം കൊണ്ട് പോലീസ് എല്ലാം അങ്ങ് അവസാനിപ്പിക്കൂ? ഇല്ലല്ലോ. കുഞ്ഞുമണിയെ അവർ കണ്ടെത്തും. അവർക്കതിനുള്ള സാവകാശം കൊടുക്കണ്ടേ? ഇല്ല കൃഷ്ണേട്ടാ, എത്ര സമയമെടുത്താലും എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വന്നാലും എന്റെ കുഞ്ഞുമണിയെ തിരികെ തരാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. മതികലെ പോലെയോ ശിവാനിയെ പോലെയോ എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തവരല്ല അവര്. കുട്ടികളെ തട്ടിയെടുത്ത് ഭിക്ഷാടക സംഘത്തിനും അവയവ കച്ചവടം നടത്തുന്ന വലിയ മാഫിയകൾക്കും വിൽക്കുന്നവരാ. അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ എന്റെ എന്റെ പൊന്നുമോള് മാത്രമില്ല. എന്റെ കുഞ്ഞിനെന്തോ സംഭവിച്ചിട്ടുണ്ട് കൃഷ്ണേട്ടാ. ഈ ജന്മം മുഴുവൻ കാത്തിരുന്നാൽ പോലും എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ കിട്ടും. മനസ്സിജ, നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ പലരെയും വർഷങ്ങൾക്ക് ശേഷം ഭിക്ഷാടക സംഘത്തിന്റെ കയ്യിൽ നിന്ന് തിരികെ പിടിക്കാൻ നമ്മുടെ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമാധാനിക്കും മനസ്സിജ, കുഞ്ഞുമണിയെ തിരികെ കിട്ടും. എന്ന്? എവിടെ നിന്ന്? ഏത് രൂപത്തിലാ എന്റെ മോളെ തിരികെ കിട്ടുക? കണ്ണുകൾ രണ്ടും ചൂഴി നടക്കപ്പെട്ട അവസ്ഥയിലോ? ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച് വികൃതമാക്കിയ നിലയിലോ? അതോ അവയവങ്ങൾ മുറിച്ചു മാറ്റിയ നിലയിലോ?
വളർത്തുന്നവർക്കാണോ കൊല്ലുന്നവർക്കാണോ കൃഷ്ണേട്ടാ എന്റെ മോളെ കിട്ടിയിരിക്കുക? ഇനി കണ്ടാ കൂടി എനിക്ക് എന്റെ മോളെ തിരിച്ചറിയാൻ പറ്റുമോ? മനസ്സിജ, ജീവിതകാലം മുഴുവൻ ഞാൻ എന്റെ മോളെ ഓർത്തുരുകണം. എന്റെ ഈശ്വര, നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് അപരാധമാ ചെയ്തേ? എന്റെ കുഞ്ഞിനോടെങ്കിലും ഒരല്പം ദയ കാണിക്കാമായിരുന്നില്ലേ? ഇങ്ങനെ തകർന്നു പോകരുതേ മനസ്സിജ. കുഞ്ഞുമണിക്ക് ഒന്നും സംഭവിക്കില്ല. അവളെ തിരികെ കിട്ടും. മനസ്സിജൻ അവൾക്ക് വേണ്ടി ജീവിക്കും. കുഞ്ഞുമണി മോളെ, ഇതാണ് വീട്. ആ. നല്ലൊരു ഏരിയയാണ്. പിന്നെ അകത്ത് സാധന സാമഗ്രികളൊക്കെ കുറവായിരിക്കും. നിങ്ങൾ പറഞ്ഞ വാടകയ്ക്ക് ഒത്ത വീട് തന്നെ വേണമല്ലോ. ഇത് മതി. ദേ, ഇവിടുത്തുകാരൊക്കെ നല്ല ആൾക്കാരാ. എന്ത് സഹായവും ഉണ്ടാവും. പോരാത്തതിന് എന്താവശ്യത്തിനും എന്റെ നമ്പറിലൊന്ന് കുത്തി വിളിച്ചാ മതി. ആ. പറന്നെത്തും ഞാൻ. എന്നാ പിന്നെ ശരി. അല്ല, ചോദിക്കാൻ വിട്ടുപോയി. ഈ കുട്ടികളൊക്കെ ഞങ്ങളുടെ അച്ഛനും അമ്മയത്. വാ അമ്മേ. ആ പൊടിക്കുഞ്ഞോക്കെ, പക്ഷെ ആ വലുത് രണ്ടും മക്കള് തന്നെ ആയിരിക്കൂ. വല്ല പുലിവാലിക സ്വാഗാതിരുന്നാ മതി. രക്ഷപ്പെട്ടു. ഇനി പേടിക്കാനില്ല. ഉണ്ണിക്കുട്ടൻ എന്തിനാ അയാളോട് അങ്ങനെ പറഞ്ഞത്? തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനാ അങ്ങനെ പറഞ്ഞെങ്കിലും രണ്ടാളും എൻ്റെ അച്ഛനമ്മയാന്ന് പറഞ്ഞതും എൻ്റെ ഉള്ളിൽ തട്ടി തന്നെയാ. എനിക്ക് മണിക്കുട്ടിക്ക് ആരുമില്ലല്ലോ. എല്ലാവരും നഷ്ടപ്പെട്ട് ഞാനവിടെ എത്തിയത് മുതൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ രണ്ടാളും. പ്രസവിച്ചാലേ മക്കളാവുന്നൊന്നുമില്ലല്ലോ. കഞ്ചേച്ചി അൻപണ്ണനും ഞങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയാ. എന്നെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയി. പിന്നെ ആരില്ലാണ്ടായി. ഞാൻ ഇത്രയെങ്കിലും സന്തോഷിക്കാൻ തുടങ്ങിയത് കഞ്ചേച്ചി അൻപണ്ണനും കിട്ടിയ ശേഷം. പക്ഷേ മണിക്കുട്ടിക്ക് അച്ഛനും അമ്മയും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. കുഞ്ഞിനെ കാണാതെ അവരൊക്കെ കണ്ണീരും പ്രാർത്ഥനയായിട്ടിരിക്കുകയായിരിക്കും. അവരുടെ അടുത്ത് മണിക്കുട്ടി എത്തിക്കണ്ടേ? അതല്ലേ വേണ്ടത്. ഇവയെ വീട്ടിലെത്തിച്ചപ്പോ ഇവയുടെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം കണ്ടതല്ലേ നമ്മൾ. മണിക്കുട്ടിയെ കിട്ടുമ്പോൾ മണിക്കുട്ടിയുടെ വീട്ടുകാർക്കും അതുപോലെ സന്തോഷമാവും. അതെ, ആ സന്തോഷം പോരെ നമുക്ക്. മണിക്കുട്ടിയെ വീട്ടിലെത്തിക്കണം. പക്ഷെ അതിന് മണിക്കുട്ടിയുടെ വീടും വീട്ടുകാരെയും ആർക്കും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ മണിക്കുട്ടി എങ്ങനെ അവളുടെ വീട്ടിലെത്തിക്കും? മണിക്കുട്ടിയെ കൊണ്ടുവന്നത് ആ കാശിയല്ലേ. കാശിക്ക് അറിയായിരിക്കും മണിക്കുട്ടിയുടെ വീട് എവിടെയാണെന്ന്. കാശിയോട് ചോദിച്ചു മനസ്സിലാക്കി മണിക്കുട്ടിയെ മണിക്കുട്ടിയുടെ വീട്ടിലെത്തിക്കാമല്ലോ. അതൊക്കെ ശരി തന്നെ. പക്ഷേ അയാളെ എങ്ങനെ കണ്ടെത്തും? നമ്മൾ പുറത്തിറങ്ങിയ ആരുടെയെങ്കിലും കണ്ണിലെങ്ങാനും പെട്ടാ തീർന്നില്ലേ? അതുമാത്രമല്ല, വയ്യാത്ത ഈ കൈയും കാലും കൊണ്ട് ഞാനെങ്ങനെയാ? ഞാൻ പോയി നോക്കാം കാശിയെ. അതിന് ഉണ്ണിക്കുട്ടനറിയോ കാശിയെ? ഉണ്ണിക്കുട്ടനെ പിടിച്ചോണ്ട് വന്നത് അയാളല്ലല്ലോ. അല്ല. മണിക്കുട്ടിയെ എവിടെന്നാ പിടിച്ചോണ്ട് വന്നതെന്ന് കാശിക്ക് മാത്രമേ അറിയൂ. കാശിയെ കണ്ടെത്താതെ മണിക്കുട്ടിയെ സ്വന്തം അച്ഛനമ്മമാരുടെ അടുത്തെത്തിക്കാനാവില്ല. എങ്ങനെയെങ്കിലും കാശിയെ കണ്ടെത്തണം. എന്നിട്ട് മണിക്കുട്ടിയെ വീട്ടിലെത്തിക്കണം. ഇത്രയൊക്കെ നമ്മളെ കൂടുന്ന ദൈവം അതിനൊരു വഴി കാണിച്ചു തരും. ഞാൻ അകത്താകാനോ? നീലാംബരി അകത്തായാൽ പല ഉന്നതന്മാരുടെയും കസേരകൾ തെറിക്കും. ആ ഭയപ്പാടുള്ളവർക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ പുറത്തു വരേണ്ടത് എന്നെപ്പോലെ തന്നെ അവരുടെയും ആവശ്യമാണ്. ഈ കമ്പനിയുടെ ഡീൽ ഉറപ്പിക്കുന്നതിൽ എന്നെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ, അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും നല്ല ക്ലാരിറ്റിയുള്ള ഒറിജിനൽ വീഡിയോ ദൃശ്യങ്ങളും എന്റെ പക്കലുണ്ട്.
നാളെ മീഡിയയ്ക്കും കോടതിക്കും മുന്നിൽ ചില നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയാൻ എന്റെ കൈവശമുള്ള രേഖകൾക്ക് കഴിയും. ആരാണ് കരുക്കൾ നീക്കിയതെന്ന് എനിക്കറിയാം. എനിക്കതിൽ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൈവശമുണ്ടായിരുന്ന കുട്ടികളെ പോലീസ് പിടിച്ചെടുത്തു. പഴയ താവളം നഷ്ടപ്പെട്ടു. 3-4 കുട്ടികളെ കൈവിട്ടുപോയി. ഒപ്പം നിന്ന ചില ആളുകളും വിട്ടുപോയി. അങ്ങനെ വലിയ നഷ്ടം തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോ സേഫായ ഒരിടത്ത് തന്നെയാ ഉള്ളത്. ഇനി ഒന്നേന്ന് തുടങ്ങണം. നീലാംബരിക്ക് അതിന് വലിയ സമയമൊന്നും വേണ്ട, അറിയാലോ. ഐരാവത, നീലാംബരി വട്ടപൂജ്യമായെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ മാഡം, കയ്യിലുള്ള മുതൽ കൈവിട്ടു പോയെന്ന് കരുതി മാഡം അങ്ങനെ വട്ടപൂജ്യാവൂ? ഇപ്പോ നീലാംബരിയുടെ അവസ്ഥ അങ്ങനെ തന്നെയാ. ഡീല് നടത്താൻ ഒരു കുട്ടി പോലും ഇല്ലാത്ത അവസ്ഥ. ശൂന്യമായ താവളം. ഇങ്ങനൊരു ശൂന്യത നമുക്കിതുവരെ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യക്കാര് പലരും വിളിച്ചോണ്ടിരിക്കുക. കയ്യിലുണ്ടായിരുന്ന കുട്ടികളെ കണ്ട് ഞാൻ അവർക്ക് വാക്കു കൊടുത്തതാ. അവരിൽ പലരിൽ നിന്നും മുൻകൂർ തുക കൈപ്പറ്റിയതുമാണ്. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? മാഡം, പോലീസ് പിടിച്ച കുട്ടികളുടെ കാര്യം വിട്ടേക്ക്. അത് നമുക്ക് നഷ്ടം തന്നെ. പക്ഷേ അൻപിന്റെയും കനിയുടെയും കയ്യിലുള്ള കുട്ടികൾ, അവരെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. എന്റെ കയ്യിൽപ്പെടാതെ അൻപും കനിയും രക്ഷപ്പെടുത്തിയത് 3 കുട്ടികളെ. ഉണ്ണിക്കുട്ടനും ഇവയും പിന്നെ ആ കൈക്കുഞ്ഞും. ഒന്ന് ശ്രമിച്ചാൽ നമുക്കവരെ കിട്ടും വേണം. കിട്ടണം. അടിയന്തരമായി നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കേണ്ടത് 2 കുട്ടികളെയാ, ഉണ്ണിക്കുട്ടനും ഇവയും. ഈ ഡീൽ ഉറപ്പിക്കാൻ അവര് 2 പേരും നമ്മുടെ കയ്യിലെത്തണം. കൂട്ടത്തിൽ ആ പൊടിക്കുഞ്ഞും. ഐരാവത, ജീവനോടെ ആയാലും കൊന്നിട്ടായാലും അൻപിനെയും കനിയെയും നീ എന്റെ മുന്നിൽ എത്തിക്കുകയും വേണം. വിശ്വസ്തരായവരെ മാത്രമേ നീലാംബരി ഒപ്പം നിർത്തിയിട്ടുള്ളൂ. അൻപും കനിയും എന്റെ താവളത്തിൽ ഇന്നലെ വരെ ഉണ്ടുമുറങ്ങിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നീലാംബരിയുടെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാ. അവരെ അന്നേ വിറ്റ് കാശാക്കിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കുമായിരുന്നോ മാഡം? നീലാംബരി അവരോട് മനസ്സലിവൊന്നും കാട്ടിയതല്ല ഐരാവത. നമ്മുടെ സംഘത്തിലുള്ളവരുടെ എണ്ണം പെരുപ്പിക്കാൻ നോക്കിയതാ. പക്ഷേ ഇന്ന് അവരെന്നോട് വിശ്വാസവഞ്ചന കാട്ടി. ഐരാവത, നീലാംബരി അവരോട് പൊറുക്കില്ല. എനിക്കവരെ വേണം. ഏതു പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ നീ കണ്ടെത്തണം. കണ്ടെത്തും മാഡം. അവരെ പിടിച്ചു കെട്ടി ഈ കൺമുന്നിൽ കൊണ്ടിട്ടു തരും ഞാൻ. എങ്കിലിനി താമസിക്കണ്ട. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചോളൂ. ശരി മാഡം. താവളത്തിനപ്പുറം പുറം ലോകം കണ്ടവരല്ല അവര്. അൻപാണെങ്കിൽ വൈകല്യമുള്ളവനും. ഐരാവത, നമ്മുടെ പഴയ താവളത്തിന്റെ പരിസരത്തെവിടെയെങ്കിലും അവരുണ്ടാവും. അധിക ദൂരത്തേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അവരെ നീ തേടിപ്പിടിക്കണം. ഞാനേറ്റു. ഞാനാ നീലാംബരി. കുട്ടികളെ ഞങ്ങൾ ഈ ആഴ്ച ഹോസ്പിറ്റലിൽ എത്തിക്കും. ഇത് നീലാംബരിയുടെ ഉറപ്പാ. ആ താവളത്തിൽ നിന്ന് കാണാതായ കുട്ടികളെ സഹിതമാണ് നീലാംബരിയെയും സംഘത്തെയും അറസ്റ്റ് ചെയ്തത്. പക്ഷെ മണിക്കൂറുകൾക്കകം അവർ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്നു. എന്തും ഏതും വാരി വലിച്ചെഴുതുന്ന ഉച്ചപത്രത്തിൽ പോലും ചിത്രങ്ങളോ പേരോ വെളിപ്പെടുത്താതെ നീലാംബരിയും താവളവും അറസ്റ്റും ഒറ്റ കോളത്തിലൊതുങ്ങുന്ന ഒരു വാർത്തയാവുന്നു. നീലാംബരിയെ രക്ഷിക്കാൻ ഉന്നതരിൽ ആരൊക്കെയോ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അതുറപ്പല്ല മാഡം. നീലാംബരി എന്ന ആ പിശാച് അകത്ത് കിടന്ന പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞു വരും. ഉന്നതരായ പലരുടെയും മുഖം മൂടി അവര് വലിച്ചു കീറിന്ന് വരും. അതുകൊണ്ട് അവർക്ക് നീലാംബരിയെ രക്ഷിച്ചല്ലേ പറ്റൂ. ഈ കച്ചവടത്തിൽ പലർക്കും കൈയുണ്ട്. മുതൽ മുടക്കില്ലാതെ പണം വരാനുള്ള ഒരു ഉറവിടമാണല്ലോ ഇത്. പുറത്തിറങ്ങിയ നീലാംബരി സംഘവും ആരുടെയും കണ്ണിൽപ്പെടാത്ത വിധം അടുത്ത താവളം തുറക്കും. 100 കണക്കിന് കുട്ടികളെ ഇനിയും കാണാതായിന്ന് വരും. അവരെ ജീവനോടെ വിടരുതായിരുന്നു മാഡം. ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചു തന്നിരുന്നെങ്കിൽ
അവരെയും സംഘത്തെയും ഞങ്ങൾ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാമായിരുന്നു. നീലാംബരിയുടെ അറസ്റ്റിലോ മറ്റോ എനിക്ക് വേണ്ട വിധത്തിൽ ഇടപെടാനായിട്ടില്ല. അതിനു മുന്നേ അവളെ ആരോ രക്ഷപ്പെടുത്തിയില്ലേ? കുഞ്ഞുമണിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മാഡം? ഇല്ല. പക്ഷെ അവസാനമായി കിട്ടിയിരിക്കുന്ന വിവരം നീലാംബരിയുടെ താവളത്തിൽ നിന്ന് കുറച്ചു കുട്ടികൾ ചാടിപ്പോയിരിക്കുന്നു എന്നാണ്. അതിലൊരു പക്ഷെ കുഞ്ഞുമണി ഉണ്ടാവോ മാഡം? കുഞ്ഞുമണി ഒരു കൈക്കുഞ്ഞല്ലേ? ഈ കുട്ടികൾ ചാടിപ്പോയി എന്നുള്ളത് വാസ്തവമാണെങ്കിൽ കുഞ്ഞുമണി അവരുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും. ആ കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറ മേഡം, ഞാനും പിച്ചളെ അവരെ കണ്ടെത്താം. ഇല്ല, ഒരു വിവരവും എന്റെ പക്കലില്ല. നീലാംബരിയും സംഘവും പുറത്തിറങ്ങിയതുകൊണ്ട് അവരീ പറഞ്ഞ കുട്ടികളെ തെരഞ്ഞു പിടിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. മാഡം, കുഞ്ഞുമണി വീണ്ടും അവരുടെ പിടിയിലാവരുത്. കുഞ്ഞുമണി മാത്രമല്ല, ആ കുട്ടികളിൽ ആരും തന്നെ നീലാംബരിയുടെയോ ഐരാവതന്റെയോ കണ്ണിൽപ്പെടരുത്. അതിനു മുന്നേ തന്നെ അവരെ രക്ഷിക്കാൻ കഴിയണം. അവരെവിടെയാണെന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാഡം? കുഞ്ഞുമണിയോ പിള്ളേരെയോ അല്ല ഇപ്പൊ തേടിയിറങ്ങേണ്ടത്. നീലാംബരിയെയും ഐരാവതനെയും പിന്തുടരുക. അവരറിയാതെ അവരെ നിരീക്ഷിക്കുക. അവർ തീർച്ചയായിട്ടും ചാടിപ്പോയ കുട്ടികളെ തേടിയിറങ്ങിയിരിക്കും. അവരുടെ പോക്ക് നിരീക്ഷിച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. പിച്ചളെ, നിങ്ങളുടെ മനസ്സിന് ഭായിക്ക് കുഞ്ഞുമണിയെ തിരികെ കൊടുക്കണ്ടേ? വേണം മാഡം. എന്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും അത്. എന്റെ ബായുടെ പൊന്നുമോളെ എനിക്ക് കണ്ടെത്തണം. മാഡം പറ, ഞങ്ങൾ ഏത് വഴിക്ക് പോണം? കുഞ്ഞുമണിയെ കിട്ടാൻ വേണ്ടി ഏത് സാഹസത്തിനും ഞങ്ങൾ തയ്യാറാ. നീലാംബരിയുടെ താവളത്തിൽ നിന്ന് ചാടിപ്പോയ കുട്ടികൾ ഒരുപക്ഷെ കൂട്ടം വിടാതെ എവിടെയെങ്കിലും ഭയന്നിരിപ്പുണ്ടാവും. അതുമല്ലെങ്കിൽ പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടത്തിൽ 4 വഴിക്കവർ ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ടാവും. കുഞ്ഞുമണി അവരുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും. ആ കുട്ടികളിൽ ഒരാളെയെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയണം. അതിന് നീലാംബരി അറിയാതെ അവരുടെ പിന്നാലെ നിങ്ങളുടെ കണ്ണുകളുണ്ടാവണം. ഇന്ന് ഈ നിമിഷം മുതൽ നീലാംബരിയെയും ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളെയും ഈ മണ്ണിൽ വേരോടാൻ അനുവദിക്കരുത്. ഇവരെ പോലുള്ളവർ കാരണം നാളെ മക്കളെ ഓർത്ത് ഒരമ്മമാർക്കും കണ്ണീരൊഴിക്കേണ്ടി വരരുത്. ഇല്ല മാഡം, മാഡത്തിന്റെ സപ്പോർട്ടുണ്ടെങ്കിൽ ഈ പറയണ നീലാംബരിയും സംഘത്തിന്റെയും തായ്വേര് ഞങ്ങൾ ഇറക്കും. ഞങ്ങൾ ഇറങ്ങുക മാഡം. മാഡം പറഞ്ഞ പോലെ ഈ നിമിഷം മുതൽ അവർക്ക് പിന്നാലെ ഞങ്ങളും ഉണ്ടാവും. ശരി മാഡം.